ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. സമ്മേളന അധ്യക്ഷനായ സപ്താഹയജ്ഞ കൺവീനർ ശ്രീ PA പ്രദീപ് കുമാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമി ശരണം. സ്വാമിയെ ശരണമയ്യപ്പ. ബഹുമാന്യരായ ഭക്തജനങ്ങൾ, ഈ വേദിയിലിരിക്കുന്ന മഹദ്ഭക്തികൾക്കും സംപൂജ്യരായ ഗുരുജനങ്ങൾക്കും സപ്താഹ കമ്മിറ്റിയുടെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആരംഭികൾ ചരിത്രത്തെ രേഖപ്പെടുത്താൻ പോകുന്ന ഈ മഹാസപ്താഹ യജ്ഞ സമ്മേളനം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ജീവപ്രപഞ്ചത്തിൽ ആടിക്കളിച്ചൊരാ പൂവുകളിൽ നിർമ്മലരാഗ
രാജ്യത്ത് ശങ്കരാചാര്യർ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി, വിദ്യാഭ്യാസം കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, വാക്ചാതുരി കൊണ്ട് 100% ആളുകളും ബുദ്ധമതത്തിലേക്ക് പോയത് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യേശുക്രിസ്തുവിന് ശേഷമാണ്, മുഹമ്മദ് നബിക്ക് ശേഷമാണ്. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് പോയത് കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ ബുദ്ധമതത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ സെന്റ് തോമസ് പറയുന്നത് ശരിയാണെങ്കിൽ, ചരിത്രം ശരിയാണെങ്കിൽ, ബുദ്ധമതത്തിൽ നിന്നാണ് ആദ്യം ക്രൈസ്തവരുണ്ടായത്, ഹിന്ദുമതത്തിൽ നിന്നല്ല. ആരംഭത്തിലെ ആയിരവല്ലി ശ്രീ അയ്യപ്പ ക്ഷേത്രം, അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ യജ്ഞം ഒരു വലിയ വിജയമാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. രാമായണത്തിലായാലും എന്തിലൊക്കെ ആയാലും നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് സ്നേഹമാണ്. ഇതിൻ്റെ എല്ലാം എൻ്റെ അവസാനം എന്ന് പറയുന്നത് കടകളഞ്ഞ സ്നേഹം മാത്രമാണ്. ഭഗവാന്റെ നിയോഗം ഉണ്ടായിരിക്കുന്നത് മനുഷ്യൻ നന്നാകുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം, ഒരറിവുണ്ടാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു സ്ഥലത്തൊരു സപ്താഹം ഉണ്ടാകുന്നെങ്കിൽ ഏതാണ്ടൊരു 1-2 മാസം മുമ്പെയൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയും. അങ്ങനെ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ദിവസം അതിൽ സംബന്ധിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ള ഒരു സമയം നാം കണ്ടെത്തണം. ഇനിയുള്ള 7 ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവാനെ അറിയുക, ഭഗവാനിലേക്കുള്ള വഴിയിൽ നിരവധി കഥാപാത്രങ്ങളെ ഭാഗവതം കാണിച്ചു തരുന്നു. നമുക്ക് പറ്റുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ സ്വീകരിച്ച് അതായിട്ട് നമ്മൾ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു നല്ല സദസ്സാണ് ഇനിയുള്ള 7 ദിവസം ഉണ്ടാവുക. അതെല്ലാവരും പ്രയോജനപ്പെടുത്തി ഭഗവത് കഥാമൃതത്തിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇലയുമാം ഇപവുമാം എന്ന് പറയുന്നത്, ഇല എന്ന് പറഞ്ഞാൽ തുളസിയില കൊടുക്കാൻ മാർഗമുള്ള ആളാണെങ്കിൽ തുളസിയില മാത്രം കൊടുത്താൽ മതി. വള കൊണ്ട് പണയം വെച്ചും അപ്രതുകാരൻ്റെ കയ്യിൽ പലിശക്കെടുത്തും ഭഗവാനെ ആചരിക്കേണ്ടതായ കാര്യമില്ല. കയ്യിലുള്ളത് തുളസിയിലയാണെങ്കിൽ ആത്മാർത്ഥമായി അത് കെട്ടി ഭഗവാനെ നടത്തിയാൽ മതി, ഭഗവാൻ അനുഗ്രഹിക്കപ്പെടും. ഇപവുമാം, ആനയെ കൊടുക്കാൻ മാർഗമുള്ളവൻ തുളസിയില കൊടുത്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ആനയെ കൊടുക്കാൻ മാർഗമുള്ളവൻ ആനയെ തന്നെ കൊടുക്കണം. അപ്പോൾ അവനവനാൽ കഴിയുന്ന തരത്തിൽ ഈ പദ്ധതിയുമായി ചേർന്ന്, ഈ സപ്താഹയജ്ഞത്തോട് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ശ്രീനാരായണ ഗുരുദേവനോട് അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ ചോദിച്ചു, ഗുരുദേവ, നമുക്ക് പശുവിൽ നിന്നും ആടിൽ നിന്നും പാല് ലഭിക്കുന്നുണ്ട്, അതിൻ്റെ മാംസം ഭക്ഷിക്കാമോ? ഭക്ഷിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? തരക്കേടൊന്നുമില്ല. വീട്ടിൽ അമ്മയുണ്ടോ? ഇല്ല, അമ്മ മരിച്ചുപോയി. കുഴിച്ചിട്ടോ അതോ തിന്നോ? ഇത്ര ചോദിച്ചുള്ളൂ. കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ അതിനേക്കാൾ പ്രധാനം, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നാണ്. ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. എങ്ങനെയുള്ള ഭഗവാനാണ്? അവൻ കരുണാമയനായി കരളിലിരിക്കുന്നു എന്നാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ഗജാനനം ഭൂതഗണാതിസേവിതം പവിത്രജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നമോ ഭഗവതേ വാസുദേവായ, നമോ നാരായണായ, നമോ നമഃ ശിവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ.
ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരംഗം സുശം മേഘവർണം ശിഖാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗധ്യാഗമ്യം വന്ദേ വിഷ്ണു ഹരവരം സകലോകനാഥം പൂർണ്ണാനന്ദസഹോദയാവരക്ഷമഹാബാഹോ ശാസ്ത്രേഭ്യം നമോ നമഃ മാധർമ്മേ മധുരൈടഭഗ്നിവൈക്ഷത്രാണാപഹാരോദ്യമേ ഹീരാ നിർമ്മിതധൂമലോചനവദേഹേ ഖണ്ഡമുണ്ടാഗ്നി ശേഷിയതൈക്തബീജമയേ നിത്യേ നിസിംബാവി ശുംഭധ്വംസമരാശുരേ നമസ്തിംബിയേ. സജ്ജനങ്ങളെ, ഭാഗവത സപ്താഹയജ്ഞം നാളെ ആരംഭിക്കില്ലേ? ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ വളരെയധികം ആധ്യാത്മികപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ടില്ലേ? ബാലകൃഷ്ണ സാർ പറഞ്ഞ പോലെ സന്ധ്യയ്ക്ക് നെരുപ്പോട് വയ്ക്കുന്ന കാര്യം തൊട്ട് അദ്ദേഹം പറഞ്ഞു. നമുക്കിന്ന് പലപ്പോഴും അന്യം നിന്ന് പോകുന്നൊരു കാര്യമാണ്. പണ്ട് എന്റെ ചെറുപ്പകാലത്ത് കോട്ടുവരമ്പിലൂടെയൊക്കെ വൈകുന്നേരം നടന്നു പോകുമ്പോൾ അടുത്ത വീടുകളിൽ എല്ലാ വീടുകളിൽ നിന്നും വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ചിട്ട് നാമജപം കേട്ടു. ജഗദധീശരാത്രിയും ശശാങ്കതാരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗഗദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം. സകലതും രചിച്ചതോകിലഖിലനാഥനായ നിൻ സകല ശൈത നിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. രമ്യമായ മേടമേൽ സുഖിച്ചു ഞാനിരിക്കിലും കർമ്മശക്തി കൊണ്ടു വല്ല ചെറ്റയിൽ കിടക്കിലും എൻ മനസ്സധർമ്മ ചിന്ത വിട്ടിരിപ്പതിന്നു നീ ചിന്മയ പ്രഭോ കനിഞ്ഞനുഗ്രഹിക്ക ദൈവമേ. നോക്കിയേ, അപ്പോ അധർമ്മ ചിന്ത വിട്ടിരിക്കാൻ ഞാൻ എവിടെ തന്നെ ആയിക്കോട്ടെ ക്ഷണമോരോന്ന് പോക്കപേക്ഷയിച്ചിടുന്നു ജീവിതം. നോക്കി, ഗുണമസംഖ്യമാളുകൾക്കു ചെയ്തിടേണ്ടതുണ്ടിവൻ ഉണവോടെന്നുമെൻ മനസ്സു. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ കീർത്തനം ദിവസവും വീട്ടിലെ അംഗങ്ങൾ ചേർന്നിരുന്ന് പറയുമ്പോ ആ മനുഷ്യ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ള ചിന്ത മനസ്സിൽ വരുത്തുക അല്ലേ? ആ നാമജപം എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്ന് പോയി. വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന ശീലം നമുക്ക് അന്യം നിന്ന് പോയി. വിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്ന് നാമം ജപിക്കുമ്പോൾ ഒരേ സ്വരത്തിൽ പറയില്ലേ? അതോ ഒരാൾ ഒരു വാക്കിന് പോകും, മറ്റൊരാൾ വേറെ വാക്കിന് പോകും? ഇല്ലല്ലോ, ഒരേ സ്വരത്തിൽ ഉയർച്ച താഴ്ച. അപ്പോ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഒരു സ്വര ചേർച്ചയുണ്ടാവും. ശബ്ദത്തിലും ചിന്താഗതിയിലും ഒരുമിച്ച് ചേരാനുള്ള ചിന്തയിലും ഒക്കെ ഒരു ഐക്യം ഉണ്ടാവും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവും. ഇന്നതില്ല. അപ്പൊ നാമജപമാണ് പരമപ്രധാനം. ഔഷധങ്ങളാൽ ശമിച്ചിടാത്ത കർമ്മവ്യാധിയും മാന്ത്രിക പ്രവർത്തിയാൽ ഒഴിഞ്ഞിടാത്ത ബാധയും നിൻ തിരുപ്രസാദമൊന്നിനാലകന്നിടുന്നുടൻ ചന്ദ്രശേഖര പ്രഭോ നമ ശിവായ പാഹിമാം. നോക്കിയേ, ഔഷധം ഒന്നും വേണ്ട, നാമം ജപിക്കുക. ഈ കലികാലത്തില് നാമജപത്തിനെ കടന്നൊന്നുമില്ല. ഷോഡശ മന്ത്രത്തെ കടന്ന ഈ കലികാല യുഗത്തിലൊന്നുമില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഷോഡശ മന്ത്രം ജപിച്ചൂടെ സജ്ജനങ്ങളെ? ജപിക്കാമോ? ഒന്ന് ജപിച്ചേ കേക്കട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. Hare Krishna Hare
ധ്യായേ നിത്യം ഗണേശം പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വനേകം പരമസുഖയുതം ദേവദേവം പ്രസന്നം ശുണ്ഡാദണ്ഡാഢ്യഗണ്ഡോദ്ഗളിതമതജലോല്ലാലമത്താലിമാലം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. എല്ലാവരും എണീറ്റ് വിഘ്നേശ്വര ഭഗവാനെ ജപിച്ചുള്ള ഓം ഗംഗണപതേ നമഃ. 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 ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയഭയരം സർവലോകൈകനാഥം. മേഘശ്യാമം വീരകൗശേയവാസം ശ്രീവത്സാംഗം കൗസുഭോൽഭാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായദാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. സ്വശങ്കചക്രം സകിരീടകുണ്ടലം സവേദവസ്ത്രം സരസീരുവേഷണസഹാരവക്ഷസ്ഥലശോഭി കൗസുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനംബുധശ്യാമമായ ദാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹം ശ്രീവത്സാംഗിത വക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓ നമോ നാരായണായ. ഓ നമോ നമഃ ശിവായ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവദ്വപോ ഭൂതഗദ്ഭുതഭദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവീയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷരേവച യോഗോ യോഗവിദാം നേതാ പുരാണ പുരുഷേശ്വര നാരസിംഹോ ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാനോ ഭൂതാദിന്യവയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവാ പ്രഭരീശ്വര. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദനരേ കൃഷ്ണ. Hare
വേദികൾ വന്നു നിശ്ചയോട് മുഖ്യഭൂപനമായ കറപ്പാലം നിരത്തിക്കൽപ്പാലം ഭൂമിനായകൻ മൃദുവായ അവതാരം ചെയ്ത ഇന്ദ്രാദികൾക്ക് ജരാമരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാദി ജനവുമായി പാൽക്കടൽ മണ്ഡലമുയർത്തുവാനായി ആമയായി കീഴേ വലിയ പക്ഷിയായ അതിന്മീരെ മോഹിപ്പിച്ച് വീവുഷം നീട്ടിടുവാൻ ദൈത്യാധിപനും മോഹിനി വേഷം കൊണ്ട് ഭക്തനാമകളാമനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പിക്കുന്നത് നരസിംഹവുമായ വാമനമൂർത്തി പിതാവിനെ വഞ്ചിപ്പാനായി കാമതും ഇന്ദ്രാനുജമായി അവതാരം ചെയ്താൻ ബ്രഹ്മദേശികളായ ഭൂവലെ ഒടുക്കുവാൻ നിർമ്മലൻ ജമറത്തിയന്തനായ ശേഷം ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണ്? ഈ കലികാലത്ത് മോചനത്തിനുള്ള മാർഗം എന്താണ്? അതിലേക്ക് വേണ്ടി ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത്? അതിലേക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങ് പറഞ്ഞെന്നാലും സജ്ജനങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഇതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കിത് അറിയാനുള്ള വിധിയുണ്ടെങ്കിലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഈ സത്തായജ്ഞത്തില് പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരു വിധി ഉണ്ടെങ്കിലല്ലേ പങ്കെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വിചാരിച്ചാലും പറ്റില്ല. ഒന്നും വിചാരിച്ചില്ലെങ്കിൽ എതിർസ്യാ വന്നു പെട്ടവരുണ്ടാവും, അവർക്കും തലവിധിയിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം അവരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള എന്റെ സംശയങ്ങളൊക്കെ അങ്ങ് തീർത്തു തരണം. പക്ഷേ ഈ സംശയങ്ങൾക്ക് ഉള്ള മറുപടി കേൾക്കാൻ, സംശയ നിവാരണം വരുത്തുവാൻ എനിക്ക് അധികാരമുണ്ടോ, അതുകൊണ്ട് എനിക്ക് അർഹതയുണ്ടോ എന്നാണ് അങ്ങയുടെ സംശയമെങ്കിൽ അതൊന്നുകൊണ്ട് സംശയിക്കേണ്ട. എന്തുകൊണ്ടാണ്? അങ്ങേക്കാണെങ്കിൽ ചിന്താമണി ലോകസുഖത്തെയും കൽപ്പവൃക്ഷം സ്വർഗസമ്പത്തിനെയും കൊടുക്കാൻ കഴിവുള്ള ആളാണ് അങ്ങ്. അങ്ങനെ കഴിവുള്ള അങ്ങേക്ക് എന്താ സന്തുഷ്ടനായ ഗുരുവിന്റെ അനുഗ്രഹം ശിഷ്യനെ എന്താക്കും? സന്തുഷ്ടനായ ഗുരുവിന്റെ അനുഗ്രഹം ശിഷ്യനെ അനായാസേന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാക്കും. അതുകൊണ്ട് ഇനി ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കാനുള്ള അർഹത എനിക്കില്ലെങ്കിൽ, സൂത പൗരാണിക, അങ്ങയുടെ അനുഗ്രഹം മാത്രം ഉണ്ടായാൽ എനിക്ക് അതിനുള്ള അർഹത നേടാനാകും എന്നാണ് തോന്നുന്നത്. അങ്ങനെ വീണ്ടും ഇദ്ദേഹത്തോട് സംശയം ചോദിക്കുകയാണ്. ഈ കലികാലത്തില് ഭഗവാനോട് അടുക്കാനുള്ള വഴി എന്താണ്? സൂതൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുകേട്ട് ഹേ ശൗനക, സർവ സിദ്ധാന്തങ്ങളാലും എത്തിച്ചേരേണ്ടതും ജനന മരണ ദുഃഖ സുഖ സമ്മിശ്ര രൂപമായ ദുഃഖത്തെ നശിപ്പിക്കുന്നതും ഭക്തിയുടെ വേഗത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തോഷിക്കുന്നത് എങ്ങനെയാണ്, തോഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. ഭാഗവതമെന്ന ശാസ്ത്രം കലികാലത്തിന് വേണ്ടിയുള്ളതാണ്. കാലസർപ്പമാകുന്ന മരണത്തിന്റെ കരാളമായ വായിൽപ്പെട്ട് നശിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നവരുടെ ഭയത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭാഗവതമെന്ന ശാസ്ത്രത്തെ ശ്രീശുകൻ എനിക്ക് അരുളി ചെയ്തു. അതുകൊണ്ട് അതിനേക്കാൾ നല്ലതായി മനഃശുദ്ധിക്ക് മറ്റൊരു മാർഗവുമില്ല. അനവധി ജന്മങ്ങളിലെ പുണ്യത്തിന്റെ പരിപക്വ ഫലത്താൽ മാത്രമേ ശ്രീമദ് ഭാഗവതം കേൾക്കുവാനും പഠിക്കുവാനും കഴിയും. സജ്ജനങ്ങളെ, അവ നീ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള അവസരം വന്നിട്ടുണ്ടോ? ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്ന് ഉറക്കപ്പറ. ഉണ്ട്. ആ ഭഗവാനിലേക്ക് അടുക്കാനുള്ള അവസരം, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഭഗവാൻ സാന്നിധ്യം ഭഗവാൻ ഇന്ന് രാവിലെ ഇന്നലെയും കാണിച്ചതിന് ഭഗവാന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നേരിലെടുക്കാനുള്ള സമയമാണ്.
ഓം നാരായണായ നമഃ ഓം ബ്രഹ്മണേ നമഃ ഓം ശിവായ നമഃ ഓം വാസുദേവായ നമഃ ഓം പ്രത്യുമ്നായ നമഃ ഓം അനിരുദ്ധായ നമഃ ഓം സംഘർഷണായ നമഃ ഓം നമോ നമഃ ഓം നമോ നമഃ ഓം ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ. ആദിനാരായണൻ കണ്ണനും അറിയും കൂടെ വസിക്കുന്നുണ്ട്. സത്യസ്വരൂപത്തെ നമ്മളെല്ലാം ആനന്ദമോടെ ഭജിച്ചിടേണം ഭജിച്ചിടേണം. കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. നടന്നെല്ലാം കാണുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ബോധിക്കുന്നുണ്ട്. കണ്ണനോട് ഒന്നും പറയേണ്ട വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഭാഗവതമല്ല ചർച്ച ചെയ്യുന്നത്, പൊതുവായ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ വന്നാൽ എങ്ങനെ പ്രദക്ഷിണം വയ്ക്കണമെന്ന് പോലും പലർക്കും അറിയില്ല. ചിലന്ന് ചുറ്റുന്നതാണ്, ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ, അത് വലത്തേക്ക് പോയിട്ട് ഇടത്തോട്ട് വരണോ, ഇങ്ങനെ പറഞ്ഞിട്ട് ആ പലരും ചുറ്റുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ നിൽക്കുന്നോ ഓടണോ നടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടും നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രദക്ഷിണത്തെ പറ്റി പറഞ്ഞു. ഹൈന്ദവ മതം എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനോടും സഹിഷ്ണുതയുള്ള ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളായ നാം മറ്റുള്ളവരോടും സഹിഷ്ണുത കാണിക്കും. കല്ലിനെ പൂജിക്കുന്നു, കല്ലാണിത് എന്ന് പറഞ്ഞിട്ട് പൂജിക്കുന്നു. അതിന് ചൈതന്യമുണ്ട്, ചൈതന്യം വന്നു എന്ന് പറഞ്ഞിട്ട് ഈ കല്ലിന് മാത്രമേ ചൈതന്യമുള്ളൂ എന്ന് പറയുന്നത് ശരിയാണോ? അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലേ? ആ പൂജ ഏൽക്കുന്ന ഏതൊരു വിഗ്രഹത്തിനും അതിന്റെ ചൈതന്യം, അല്ല ഇത് മാത്രമേ ചൈതന്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നു. ഹിന്ദുക്കളായ നമ്മൾ പോകുന്നതും ആക്ഷരമുള്ള ദേവാലയത്തിലാണ്, ക്രിസ്ത്യാനികൾ പോകുന്നതും ആക്ഷരമുള്ള ചർച്ച് എന്ന് പറയുന്ന ദേവാലയത്തിലാണ്, മുസ്ലിങ്ങളും പോകുന്നത് മോസ്ക് എന്ന് പറയുന്ന ആക്ഷരമുള്ള ദേവാലയത്തിലാണ്. അപ്പോ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത് എവിടെയാണ്? ഒരേ ദേവാലയത്തിലാണ്, ശരിയല്ലേ? അത് പള്ളിയായാലും മോസ്കായ ചർച്ചായാലും മോസ്കായാലും ടെമ്പിളായാലും ദേവാലയത്തിൽ ആ അക്ഷരം. ഇനി നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങൾ എന്താ? ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്? ബൈബിളാണ്. എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം, BIBLE, അല്ലേ? മുസ്ലിങ്ങളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്? ഖുർആൻ. എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം, QURAN. ഹിന്ദുക്കളുടേതോ? ഗീത എടുത്ത് നോക്കിയേ, എത്ര അക്ഷരമുണ്ട്? GEETA. എത്ര അക്ഷരം? 5 അക്ഷരം. അപ്പൊ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും, വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതും 5 അക്ഷരമുള്ള ഗ്രന്ഥങ്ങളാണ്. ഗീത ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, ഖുർആൻ ആയിക്കോട്ടെ. പരിശ്രമം ചെയ്യുകയിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. അല്ലേ? ഭഗവാൻ എങ്ങനെയല്ലേ? ആര് പറഞ്ഞതാ? കവികൾ പറഞ്ഞിട്ടുള്ളതാണ്. 2 കൈകൾ തന്നിട്ടില്ലേ? ഈ കൈ വയ്ക്കേണ്ടിടത്തല്ലേ വെച്ചിരിക്കുന്നത്, അതാ മുന്നിലും പുറകിലുമാണ്, അല്ലല്ലോ? അപ്പോ കൈകൾ വയ്ക്കേണ്ട രീതിയിൽ കൈകൾ തന്നെ നമുക്ക് തന്നിരിക്കുക. പക്ഷേ ഈ കൈകൾ കൊണ്ട് നാം വേണ്ട രീതിയിൽ പരിശ്രമിച്ചു. വസ്ത്രധാരണത്തിൽ നിന്ന് തുടങ്ങണം. മഞ്ജു ശില്പ 2 പെൺമക്കളെ മുന്നിൽ കൊണ്ട് അവരുടെ വസ്ത്രധാരണം തന്നെ എടുത്തു വയ്ക്കുക. 2 പേരും ചുരിദാറാണ് ഇട്ടെങ്കിൽ. ഒരാള് വലതുവശത്തെ ഷോൾ ഇട്ടിട്ടുണ്ട്, ഒരാള് ഇടതുവശത്തെ ഷോൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റുമാണ്. അത് പറയാതെ പോകാൻ നിർത്തിയില്ല. കാരണം മഹാലക്ഷ്മി എപ്പോഴും വസിക്കുന്നത് വലതുഭാഗത്താണ്. വലതുവശത്ത് ഷോൾ ഇട്ടിരുന്നത് ഇടുകയാണെങ്കിൽ ഇടതും വലതും കൂടെ വേണമെങ്കിൽ ഒന്നിച്ചിടാം. പക്ഷെ വലതുവശം മാത്രമേ ഇട്ടത്, ഇടതുവശത്ത് ഇടുക. ഭൂദേവിയുടെ സ്ഥലം ഒഴിച്ചിടുകയും ശ്രീദേവിയുടെ സ്ഥലം അടച്ചു വയ്ക്കുകയും ചെയ്യണോ? അപ്പൊ വലതുവശം എന്ന് പറയുന്ന വലത്തെ തുളന്നത് മഹാലക്ഷ്മി. ലക്ഷ്മി വേണ്ടേ നമുക്ക്?
ലക്ഷ്മിയാണ്. ആ ലക്ഷ്മിയെ കൊണ്ടുവരാനാണ് നാം പരിശ്രമിക്കേണ്ടതാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഈ കൈകൾ കൊണ്ട് ഐശ്വര്യപരമായ കാര്യങ്ങൾ മാത്രം നാം ചെയ്യുക. പണ്ട് എം വി അപ്പൻ പൂജാമുറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പൂജാമുറി എനിക്കില്ല, അരികയൻ ചിത്തമാരാധിക്കുന്നു ദൈവത്തെ ക്ഷണം തോറും. ഞാൻ ചവിട്ടിയിടും തറ, ഞാൻ ഇരുന്നിടും കട്ടിൽ, ഞാൻ ചാരും ചുവരുമെല്ലാം എനിക്ക് പൂജാദ്രവ്യം എന്തുകൊണ്ടെന്നോ. എന്തുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ടു. എന്തുകൊണ്ടെന്നോ മമ ശൈശവം മുതൽക്കു ഞാൻ അന്തരംഗത്തിൽ സദാ ദൈവത്തെ ധ്യാനിക്കുന്നു. ഏകാഗ്രമായുള്ളൊര ചിന്ത എൻ ഹൃദയത്തിലേകുന്നു പ്രത്യാശയും നവമാം ചൈതന്യവും. എന്തുകൊണ്ടാണ് വന്നത്? ഞാൻ എവിടെ നോക്കിയാൽ ചവിട്ടുന്നത് അറിയാലും ഞാൻ എടുക്കുന്നതായാലും എന്തിലായാലും എനിക്ക് ആ ഒരു ഈശ്വരീയ അംശം കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാ? ശൈശവം മുതൽക്കു ഞാൻ അന്തരംഗത്തിൽ സദാ ദൈവത്തെ ധ്യാനിക്കുന്നു. അപ്പൊ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ദൈവത്തെ ധ്യാനിക്കുക. അതുകൊണ്ട് സജ്ജനികൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളെ അവരുടെ കുട്ടിക്കാലം തൊട്ട് കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സാകുമ്പോൾ കുട്ടികളോടൊന്നും പറഞ്ഞാൽ മനസ്സിലായാലും നിങ്ങൾ ധരിക്കും. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അവർക്കൊന്നും മനസ്സിലാകില്ലെങ്കിലും ഇത് അവരുടെ മനസ്സിൽ തങ്ങുന്ന കാര്യങ്ങളാണ്. അവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ഇതേപോലെ ആധ്യാത്മികമായ കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറെ കീർത്തനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഹൈന്ദവ സംസ്കാരം ചെയ്യേണ്ടതാണ്. എന്താ 3ന്റെ പ്രത്യേകത? ലോകങ്ങൾ എത്രയുള്ളത്? ത്രിലോകങ്ങൾ എന്നല്ലേ പറയുന്നത്. സ്വർഗം, ഭൂമി, പാതാളം അല്ലേ? എത്രയാ ഗുണങ്ങളുള്ളത്? സദ്ഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഗുണങ്ങളും 3ആണ്. ഇനി മൂർത്തികളാണെങ്കിലോ എത്ര പേരാ ഉള്ളത്? 3 ത്രിമൂർത്തികൾ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് ത്രിമൂർത്തികളായിട്ട് നമുക്കുള്ളത്. ജനനം എടുത്തു നോക്കിയേ, ജനനത്തിന് എത്രയാ അക്ഷരം? 3 അക്ഷരം. ഒടുവിലാണെങ്കിലോ മരണത്തിനോ 3 അക്ഷരം. അപ്പൊ ജനനത്തിനും മരണത്തിനും മധ്യേയുള്ള ജീവിതം എടുത്തു നോക്കിയേ, 3 അക്ഷരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ
രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിളക്കെല്ലാം കൊളുത്തി തീർന്നെങ്കിൽ കിണ്ടി ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക, അതിന്റെ പുറത്ത് വലത് കൈ വയ്ക്കുക. വെച്ചല്ലോ. ഇനി ഞാൻ പറയുന്നത് പറയണം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഇനി വലത് കൈയിലേക്ക് ആ കിണ്ടിയിലെ തുമ്പിലൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി കിണ്ടി നിലത്ത് വയ്ക്കുക. ഇനി ആ രണ്ട് കൈയും പകലോട്ട് മാറ്റി കഴുകുക. ഇനി വീണ്ടും ഇടത് കൈയിൽ കിണ്ടി എടുക്കുക, വലത് കൈയിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം സ്വന്തം തലയിലേക്ക് തളിച്ച് ശുദ്ധീകരിക്കുക. കിണ്ടിക്കകത്തൊരു പൂവുണ്ടല്ലോ, ആ പൂവെടുത്ത് വിളക്കിന്റെ ചുവട്ടിൽ സമർപ്പിക്കുക. സമർപ്പിച്ചല്ലോ. എന്നിട്ട് ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക, ഒന്ന് തൊഴുക. ഇനി നമ്മളെ അർച്ചനയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഞാൻ മന്ത്രം ഓരോ തവണ പറയുമ്പോഴും ഏറ്റുചൊല്ലി അർച്ചിക്കുക. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഓം. ഇനി ഒരു പൂവെടുത്ത് കിണ്ടിയിലിടുക. കിണ്ടിയിൽ നിന്ന് ആ പൂവെടുത്ത് വിളക്കിന്റെ ചുവട്ടിൽ അർപ്പിക്കുക. എന്നിട്ട് ഇവിടെ ദീപാരാധന കാണിക്കുന്നുണ്ട്. കർപ്പൂരം ഹരേ രാമ ജപിച്ചുകൊണ്ട് കുട്ടികളെ ഉറക്ക ഹരേ രാമ പറഞ്ഞുള്ള എല്ലാ കുട്ടികളും നാവ് അനങ്ങണം. കൊണ്ടുവന്ന പൂക്കളിന് ബാക്കിയുണ്ടോ? ആ ഉണ്ടെങ്കിൽ ആ പൂക്കളെ മൊത്തം വിളക്കിന്റെ ചുവട്ടിൽ അർച്ചിക്കുക. ഇനി കുറച്ച് പൂവെടുത്ത് വിളക്കണയ്ക്കുക. ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കരിമൂകിൽ വർണ്ണന്റെ തിരുവൂടലെന്നോട് അരികിൽ വന്നപ്പോൾ
കാലിൽ ചീലമ്പം കേലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇങ്ങിനിയും വള മോതിരവും ജാതി ഭംഗിയോടെ മുന്നിൽ കാണാകേണം. കീർത്തിയേറിടം ഗുരുവായൂവാഴുന്ന കാതിഹരം തന്നെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുഞ്ഞിക്കൈ രണ്ടിലും എണ്ണ കൊടുത്തമ്മ യജ്ഞിപ്പിക്കുന്നതും കാണാകേണം. കൂത്താടിടും പശു കുട്ടികളുമായി കൊക്കുകളിപ്പരം കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കെട്ടിയിട്ടിടപ്പുരലും വലിച്ചങ്ങ് പൊട്ടുകുത്തുന്നത് കാണാകേണം. കേകികളെ പോലെ നൃത്തമാടിടുന്ന കേശവ പൈതലെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈകളിൽ ചന്ദ്രനെ വെള്ളി വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം. കൊഞ്ചിക്കൊണ്ടോരോരോ വാക്കരുളിടുന്ന ചഞ്ചല നേത്രനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കോടും കുഴലും എടുത്തു വനത്തിൽ പൊട്ടാലിമേക്കുന്നതും കാണാകേണം. കൗതുകമേറുന്നോരുണ്ണി ശ്രീകൃഷ്ണന്റെ ചേതോഹര രൂപം കാണാകേണം. മണ്ണിലോടി കളിച്ചതു മതി കണ്ണനുണ്ണി മാമുണ്ണണേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മങ്ങിടും
കരയിപ്പാൽ നിൻമുഖ കിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്നമ്മക്കിതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ പാത്തുപ്പേരിയും കാളനും ചോറും ചട്ടക്കൈരും ചമ്മന്തിയും വെണ്ണ നെയ്യും വിളമ്പിട്ടുണ്ടിര കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഉപ്പുമാമ്പഴം രാമയ്യൻ കറി ഉപ്പിലിട്ടതു പപ്പടം എന്നിതെല്ലാം വിളമ്പിട്ടുണ്ടിര കണ്ണനുണ്ണി മാമുണ്ണനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നിന്നുടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാങ്കോപാലന്മാർ കിണ്ണവും വച്ച് കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ പമ്പൻ ചൂരലിൻ കക്ഷത്തിൽ വയ്ക്കാം പമ്പരം വയ്ക്കാമംഗത്തിൽ അന്യന്മാരാരും വന്നെടുക്കില്ല കണ്ണനുണ്ണി മാമുണ്ണനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 അപ്പൊ ഈ പ്രണവ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ഹൃദയമാകുന്ന താമരപ്പൊയ്കയിൽ നിന്ന് താമര മേളെ കുമ്പിട്ട് നിന്നിരുന്ന താമര വികസിച്ച് വിടർന്നതായി നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്പൊ പൂർണ്ണമായും വിടർന്നിരിക്കുന്ന താമരയുടെ നടുവിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കാർണിക നിങ്ങൾക്ക് കാണാം. ആ കാർണികയെ മനസ്സിൽ സങ്കല്പം ഉറപ്പിക്കുക. കാർണികയുടെ സങ്കല്പം ഉറച്ചു കഴിഞ്ഞാല് അതിന്റെ നടുവിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പൂർണ്ണ ശോഭയോടെ ഉദിച്ചു നിൽക്കുന്ന
സൂര്യനെ നമ്മുടെ കണ്ണുകൾക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിഭയങ്കരമായ പ്രകാശത്തോടുകൂടി നിൽക്കുന്ന സൂര്യനെ സങ്കല്പിക്കുക. ആ സൂര്യന്റെ രൂപം അതിൽ ഉറച്ചു കഴിഞ്ഞാല് അതിന്റെ നടുവിലായി സുഖശീതളമയോടെ നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ സങ്കല്പിക്കുക. സൂര്യന്റെ നടുവിൽ അതിതേജസ്സോടെ നിൽക്കുന്ന സൂര്യന്റെ നടുവിൽ പൂർണ്ണ ചന്ദ്രികയായിട്ട് നിൽക്കുന്ന ചന്ദ്രനെ സങ്കല്പം ഉറച്ചു കഴിഞ്ഞാല് അതിന്റെ നടുവിൽ കാറ്റിൽ ആടി ഉലയുന്ന ഒരു തീനാളത്തെ സങ്കല്പിക്കുക. അചഞ്ചലമായി നിൽക്കുന്ന ആ തീനാളം മനസ്സിൽ സങ്കല്പം ഉറച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുവിലായി സാക്ഷാൽ ശ്രീ പരമേശ്വരിയെ സങ്കല്പിക്കുക, സാക്ഷാൽ ജഗദംബ. ആ ദേവിയുടെ രൂപം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാല് മനസ്സിലുള്ള സകല ദുർഗങ്ങളും പുറത്തുപോയി മനസ്സ് ശുദ്ധമായി നിങ്ങളുടെ ഹൃദയമാകുന്ന താമര പൊയ്കയില് ദേവിയുടെ ചൈതന്യം കുടികൊണ്ടിരിക്കുന്നു. ആ ദേവിയുടെ ചൈതന്യത്തിലാണ് നിങ്ങൾ കൈകൊണ്ട് തൊഴുതുകൊണ്ടിരിക്കുന്നത്. ആ കൈകളിലൂടെ സാവധാനം ആ ദേവി ചൈതന്യത്തെ നിങ്ങളുടെ വിളക്കിന്റെ നാമ്പിലേക്ക് ആവാഹിക്കുക. ഇനി സാവധാനം കണ്ണു നോക്കുക. കിണ്ടിയിലേക്ക് ഒരു പൂവെടുത്തിട്ട് ആ പൂവ് വിളക്കിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുക. അടുത്തൊരു പൂവെടുക്കുക. ജലം തൊട്ട് ചന്ദനത്തോടൊപ്പം വിളക്കിന്റെ ചുവട്ടിൽ സമർപ്പിക്കുക. പൂവെടുത്ത് 3 പ്രാവശ്യം പൂവെടുത്ത് വിളക്കിന്റെ ചുവട്ടിൽ സമർപ്പിക്കുക. ആദ്യം ഒരു പൂവെടുത്ത് കിണ്ടിയിൽ വെള്ളം തൊട്ടിട്ട് വിളക്കിന്റെ ചുവട്ടിൽ സമർപ്പിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. 2 കൈയും തൊഴുതു പിടിച്ച് വിഘ്നേശ്വരനെ വന്ദിക്കുക. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ നമഃ ശിവായ. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ മഹാരാജ്ഞി നമഃ. ഓം ശ്രീമത് സിംഹാസനേശ്വരിയേ നമഃ. ഓം ചിദഗ്നികുണ്ഡ സംബോധായേ നമഃ. ഓം ദേവകാരി സമുദ്യതായേ നമഃ. ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായേ നമഃ. ഓം ചതുർഭാഗ സമന്വിതായേ നമഃ. ഓം രാഗസ്വരൂപ പാശാഢ്യായേ നമഃ. അഷ്ടമീയന്ത്ര വിഭാജിത ലിംഗസ്ഥല ശോഭിതായേ നമഃ. ഓം മുഖചന്ദ്ര കളങ്കാഭ മുഖനാഭി വിശേഷകായൈ നമഃ. ഓം വദനസ്വര മാംഗല്യ ഗ്രഹതോരണ ചില്ലികായൈ നമഃ. ഓം ഭക്തലക്ഷ്മീപരീവാഹ ജഗന്മീനാഭലോചനായൈ നമഃ. ഓം ദോഷവർജിതായൈ നമഃ. ഓം സർവജ്ഞായൈ നമഃ. ഓം സാന്ദ്രകരണായൈ നമഃ. ഓം സമാനാധികവർജിതായൈ നമഃ. ഓം അനവദ്യാംഗീ നമഃ. ഓം സർവാഭരണഭൂഷിതായൈ നമഃ. ഓം ഭണ്ഡാസുരവധോദ്യുക്തയുക്തിസേനാ സമന്വിതായൈ നമഃ. ഓം സംവൽക്കരീ സമാരൂഢ സുന്ദര ഭുജസേവിതായൈ നമഃ. ഓം അശ്വാനുടാധിഷ്ഠിതാശ കോടി കോടി ഭിരാവൃതായൈ നമഃ. ഓം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃതായൈ നമഃ. ഓം മഹാകൈലാസ നിലയായൈ നമഃ. ഓം ഗുണാന മുതോന്നതായൈ നമഃ. ഓം മഹനീയായൈ നമഃ. ഓം ദയാമൂർത്തേ നമഃ. ഓം മഹാസാമ്രാജ്യശാലിന്യേ നമഃ. ഓം ആത്മവിദ്യായൈ നമഃ. ഓം മഹാവിദ്യായൈ നമഃ. ഓം ശ്രീവിദ്യായൈ നമഃ. ഓം നാമസേവിതായൈ നമഃ. सा हौम ओम ओम हौम ओम जुम्सा भुर्भुवस्व त्र्यंबकम् ओम नमो भगवते शूलपाणये स्वाहा हृदयाय नमः ओम यजामहे ओम
അമൃതമൂർത്തയേ മാം ജീവായ ശിരസേ സ്വാഹ. ഓം സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഓം ചന്ദ്രശിരസേ ജഡിനേ സ്വാഹ. പൂർണ്ണകുംഭധൃതകരദ്വയാഭ്യാം നമഃ. മൃഗായ നമഃ. അക്ഷമാലായൈ നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിവ ബന്ധനാം ഹൃദോർമുക്ഷീയം മാമൃതാൽ. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് ഹൃദ്യോർമുക്ഷീയ മാമൃതാൽ. ഓം നമഃ ശിവായ. 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 ശ്രീ അരുണായ നമഃ. ഓം ശരണ്യായ നമഃ. ഓം കരുണാരസസിന്ധവേ നമഃ. ഓം അസമാനബലായ നമഃ. ഓം ആർത്തരക്ഷകായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിഭൂതായ നമഃ. ഓം അഖിലാഗമവേദിനേ നമഃ. ഓം അച്യുതായ നമഃ. ഓം അഖിലജ്ഞായ നമഃ. ഓം ഹരേ നമഃ. ഓം ശശധരായ നമഃ. ഓം ചന്ദ്രായ നമഃ. ഓം താരാധീശായ നമഃ. ഓം നിശാകരായ നമഃ. ഓം സുധാനിധേ നമഃ. ഓം സദാരാധ്യായ നമഃ. ഓം സത്പദയേ നമഃ. ഓം സാധുപൂജിതായ നമഃ. ഓം ജിതേന്ദ്രിയായ നമഃ. ഓം ജയോദ്യോഗായ നമഃ. ഓം ജ്യോതിചക്രവർത്തകായ നമഃ. ഓം വികർത്തനാനുജായ നമഃ. ഓം വീരായ നമഃ. ഓം വിശ്വേശ്വരായ നമഃ. ഓം വിദുഷാംബദേ നമഃ. ഭാഗായ നമഃ. ഓം മംഗളായ നമഃ. ഓം മംഗളപ്രദായ നമഃ. ഓം മഹാവീരായ നമഃ. ഓം മഹാശൂരായ നമഃ. ഓം മഹാബലപരാക്രമായ നമഃ. ഓം മഹാരൗദ്രായ നമഃ. ഓം മഹാഭദ്രായ നമഃ. ഓം മാനനീയായ നമഃ. ഓം ദയാകരായ നമഃ. ഓം മാനദായ നമഃ. ഓം അപവർണായ നമഃ. ഓം ഘോരായ നമഃ. ഓം താപത്രയ വർജിതായ നമഃ. ഓം സുപ്രദീവായ നമഃ.
ഓം ബുധായ നമഃ. ഓം ബുധായ നമഃ. ഓം സൗമ്യായ നമഃ. ഓം സൗമ്യതായ നമഃ. ഓം ശുഭപ്രദായ നമഃ. ഓം ദൃഢപ്രദായ നമഃ. ഓം ദൃഢഫലായ നമഃ. ഓം ശ്രുതിജാല പ്രബോധകായ നമഃ. ഓം സത്യാവാസായ നമഃ. ഓം സത്യമയസേ നമഃ. ഓം ശ്രേയസാമ്പതയേ നമഃ. ഓം അവിയായ നമഃ. ഓം സോമജായ നമഃ. ഓം സുഗതായ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം സോമവംശപ്രദീപകായ നമഃ. ഓം വേദവിദേ നമഃ. ഓം ഗുരവേ നമഃ. ഓം ഗുണകരായ നമഃ. ഓം ഗോപ്ത്രേ നമഃ. ഓം ഗോചരായ നമഃ. ഓം ഗോപദപ്രിയായ നമഃ. ഓം ഗുണിനേ നമഃ. ഓം ഗുണവരാൻ ശ്രേഷ്ഠായ നമഃ. ഓം ഗുരുണാം ഗുരവേ നമഃ. ഓം അവിയായ നമഃ. ഓം ജേത്രേ നമഃ. ഓം ജയന്തായ നമഃ. ഓം ജയദായ നമഃ. ഓം ജീവായ നമഃ. ഓം അനന്തായ നമഃ. ഓം ജയാവഹായ നമഃ. ഓം അങ്കിരസായ നമഃ. ഓം അന്ധരാസക്തായ നമഃ. ഓം വിവിക്തായ നമഃ. ഓം ശുചിയേ നമഃ. ഓം ശുഭഗുണായ നമഃ. ഓം ശുഭദായ നമഃ. ഓം ശുഭലക്ഷണായ നമഃ. ഓം ശോഭനാക്ഷായ നമഃ. ഓം ശുഭ്രവാഹായ നമഃ. ഓം ശുദ്ധസ്ഫടികാഭാസ്വരായ നമഃ. ഓം ദീനാതിഹാരകായ നമഃ. ഓം ദൈത്യഗുരവേ നമഃ. ഓം ദേവാഭിവന്ദിതായ നമഃ. ഓം കാവ്യാസക്തായ നമഃ. ഓം കാമപാലായ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം ശാന്തായ നമഃ. ഓം സർവാഭീഷ്ടപ്രദായിനേ നമഃ. ഓം ശരണ്യായ നമഃ. ഓം വരേണ്യായ നമഃ. ഓം സർവേശായ നമഃ. ഓം സൗമ്യായ നമഃ. ഓം ഭേജരായ നമഃ. ഓം ഭഗേശായ നമഃ. ഓം ഹരനീലാംബരായ നമഃ. ഓം ഭൈരപ്രദായകായ നമഃ. ഓം കാലാത്മനേ നമഃ. ഓം ഗോചരചരായ നമഃ. ഓം ധനേകകുത്പ്രദായ നമഃ. ഓം പഞ്ചമേ ധിഷണാ ശൃംഗരായ നമഃ. ഓം സൗഭാനവേ നമഃ. ഓം ബലിനേ നമഃ. ഓം മഹാസൗഖ്യപ്രദായിനേ നമഃ. ഓം ചന്ദ്രഭൈരിണേ നമഃ. ഓം ശാശ്വതായ നമഃ. ഓം സൂര്യശത്രുവേ നമഃ. ഓം പാപഗ്രഹായ നമഃ. ഓം ശംഭവായ നമഃ. ഓം പൂജകായ നമഃ. ഓം കേതവേ നമഃ. ഓം കേതവേ നമഃ. ഓം സ്ഥൂലശിരസേ നമഃ. ഓം കേതവേ നമഃ. ഓം ശിരോമാത്രായ നമഃ. കേതവേ നമഃ. ഓം ഭുജാകൃതേ നമഃ. കേതവേ നമഃ. ഓം നവഗ്രഹയുതായ നമഃ. കേതവേ നമഃ. ഓം സിംഹാസൂരീഗർഭസംഭവായ നമഃ. കേതവേ നമഃ. ഓം മഹാഭീതികരായ നമഃ. കേതവേ നമഃ. ഓം ചിത്രവർണായ നമഃ. കേതവേ നമഃ. ഓം പിംഗളാക്ഷായ നമഃ. കേതവേ നമഃ. ഓം മുല്ലധൂമസങ്കാശായ നമഃ. കേതവേ നമഃ. ഓം നവഗ്രഹയുതായ നമഃ. കേതവേ നമഃ. ഓം സിംഹാസൂരീഗർഭസംഭവായ നമഃ. ഓം മഹാഭീതികരായ നമഃ. ഓം ചിത്രവർണായ നമഃ. ഓം പിംഗളാക്ഷായ നമഃ. ഓം മുല്ലധൂമസങ്കാശായ നമഃ. ഓം തീക്ഷ്ണദംഷ്ട്രായ നമഃ. ഓം മഹോദരായ നമഃ.
ലക്ഷ്മീനാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മീനാരായണം ഭജേ നാരായണം ശിവജഗത്രയം നാരായണം ചക്രശുദ്ധിദാസ
നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശ്രീകുംഭസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസിനം നാരായണം ശ്രീകുംഭസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസിനം നാരായണം നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ചിന്തിപ്പവൻ നിർമ്മലാത്മാവായ കേവലഭക്തനാം പരീക്ഷിച്ച് കേവലാത്മാനന്ദജിത്താൻ ചോദിച്ചാൽ സർവ്വജനങ്ങളും സംഹാരമൂർത്തിയാൻ ശർവനെ സേവിക്കൽ ഭോഗസമൃദ്ധികൾ വേഗത്തിൽ വന്നു കാണുന്നത് മാമൂനെ യോഗേശനാകിയ മാധവൻ ചിന്തിക്കൽ തങ്ങളുടെ അർത്ഥങ്ങൾ നാശമായി കാണുന്നു. പിന്നെ പ്രസാദിപ്പതെന്നും ബഹുകാലം രക്ഷാകർത്താവതാകുന്നു മഹാവിഷ്ണു, ശിക്ഷാകർത്താവതാകുന്നു മഹേശ്വരൻ. ഈശ്വരന്മാരുടെ തങ്ങളെ സേവിച്ചാൽ ഇച്ഛസിദ്ധിക്കും. ശിവൻ വിഷ്ണുവിനോട് പാലന കർമാത്മകനായി വരുമെന്നോ പാലന്മാശം ഗുണമാമെന്നോ. ജീവന
ധർമ്മചക്രായ സ്വാഹ കവചായ ഹും സംചക്രായ സ്വാഹ നേത്രാഭ്യാം വൗഷൾ ജ്വാലാചക്രായ സ്വാഹ അസ്ത്രായ ഭൾ അഹിർബുദ്ധിന്യ ഋഷി ഭാരതി ജഗതി ഛന്ദ സുദർശനോ മഹാവിഷ്ണു ദേവത ഇനി ഞാൻ പറഞ്ഞു കേൾക്കുക കേട്ടു പറയുക ചക്രം സംഘം സജാപം പരശുമശിവിഷും ശൂലവാസാന്താഗ്നി വിഭ്രഹാഞ്ജർമ്മഖേടം ഹലമുസലഗരാകുന്ദമത്യുഗ്രം ബാലാകേശന്ദ്രനേത്രം കനകമേട മനുഷ്യന് 6 വൈരികൾ ശത്രുക്കളുണ്ട്. ഇതിനെയൊക്കെ അടക്കി കഴിഞ്ഞാല് എങ്കിലേ നമുക്ക് ഭഗവത് സായുജ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. മനുഷ്യന്റെ 6 വൈരികൾ ആരൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം. നല്ലൊരു കീഴെടുത്തില്ലേ? എന്തുകൊണ്ടാണ് പാഞ്ചാലി അശ്വത്ഥാമാവിനെ മോചിപ്പിക്കാൻ അർജുനനോട് ആവശ്യപ്പെട്ടത്? എക്സാക്ട്ലി അതാണ് കാര്യം. അതായത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സഹസ്രനാമ സങ്കീർത്തനം.
Oh
సని పరి సని భగ సని భగరి ని భగరి సని గప రే గప ని గప ని రే Bari sadi paga sani paga ni paga di sadi kapa ni kapa ni dalam. Gati sani bari sadi paga sadi paga ni paga di sadi kapa ni kapa ni dalam. Bhagavani 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 Jari Zani Zani Pasa Bhagavaba Jari Bhagavani Bhani Bhani Jari 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 Zani Zani Pasa Bhagavaba Jari Jari Gatti zani ba rittani ba gattani ba gadi sakati gaba Gadi zani ba gadi sari sari gaba Sari gadi gaba ni sari ba gaba Ni gaba gaba ni ba gaba ni gaba Gadi zani ni bagagapa sani bagagapa regapa regapa sa regapa ni sa regapa bagagapa bagapani bagapa bagapani 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 ni sani sani bagari gapani sani bagari gapani ni bagari gapani ni gari bagari gari gapani pani ni ni sani gari gari sani bagari sani bagari ni sani bagari sani sani ni sani ni sani pani sani gari
ദേവ